അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമോനുമാണ്. ഇന്ന് വയനാട് കോട്ടത്തറ പഞ്ചായത്തിലുള്ളത്. നമ്മുടെ കേരളത്തിന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ജില്ല ഉണ്ട്, എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ. നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ നമ്മുടെ എറണാകുളത്ത് നിന്ന് നമ്മുടെ വെട്ടം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം മനുഷ്യസ്നേഹികൾ അവിടുത്തെ ജില്ലക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. ആ നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്കൊക്കെ ഈ കൂട്ടായ്മ ഒരുപാട് സഹായം ചെയ്യുമ്പോൾ നമ്മുടെ ദുരന്തം വാർത്ത കേട്ടപ്പോൾ ഓടി വന്നവർ കുറേ സാധനങ്ങളുമായിട്ട് പിന്നീട് അവരെന്നെ സമീപിക്കുക, നാസർമാനൊക്കെ ഞങ്ങളെ കാണണം, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാണ്ട്, നമുക്ക് കുറച്ച് വീട് നിർമ്മിക്കണം. ബഹുമാനപ്പെട്ട വെട്ടം ഉസ്താദിന്റെ നേതൃത്വത്തിൽ അമീർക്ക് അങ്ങനെ കുറേ നല്ല മനുഷ്യസ്നേഹികളെ, വയസ്സായ കുറേ നല്ല മനുഷ്യസ്നേഹികളെ എന്റെ വീട്ടിൽ വന്ന് വയനാട്ടിൽ ഞങ്ങൾ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് 20 വീട് നിർമ്മിക്കാൻ തയ്യാറാണ്. സ്ഥല സൗകര്യം നിങ്ങൾ ചെയ്തുതരുമോ എന്ന് ചോദിച്ച് തീർച്ചയായിട്ടും സ്ഥല സൗകര്യം ഞാൻ ചെയ്യാമെന്ന് ഏറ്റു. നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം ദുബായിലുള്ള അൻസാരിക്ക, കരുനാഗപ്പള്ളിയുള്ള അൻസാരിക്ക എന്നോട് നേരത്തെ മനസ്സാഹിബേ എന്റെ ഉടമസ്ഥയിൽ ഒരു ഏക്കറി 30 സെന്റുണ്ട്, ഞാനത് എപ്പോൾ നിങ്ങൾ ഏത് പാവപ്പെട്ടവർക്ക് വീട് വെക്കണേക്ക് കൊടുക്കാൻ തയ്യാറാന്നുള്ള ആ വലിയ മനസ്സിന്റെ വാക്കും എന്റെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ ഞാൻ അറിയിച്ചു. പരസ്പരം അൻസാരിക്കാനും എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയും ഞങ്ങളും പാടെ ഒരുമിച്ച് കൂടി ഇന്ന് അതിലുള്ള വീട് വർക്ക് 4 മാസം ആയിട്ടുള്ളൂ. അതായത് 20/4/2025 ഇത് തുടക്കം. അതോടെ വർക്ക് സജീവമായിട്ട് തുടങ്ങി. ഇന്ന് 14 വീടിന്റെ വർക്ക് കഴിഞ്ഞു. 6 വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏകദേശം 15 ദിവസത്തിനുള്ളിൽ ഇതിന്റെ താക്കോല് നിർവഹിക്കുമ്പോൾ അതിന്റെ മുന്നേ നമ്മൾ അൻസാരിക്ക സ്ഥലം തന്ന അൻസാരിക്ക 3 വീട് മുന്നേ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പൊ 17 വീട് ഇവിടെ നിലവിലുണ്ട്. ഇനി 4 വീടും കൂടിയാണ് പൂർത്തീകരിക്കാനുള്ളത്. തർപ്പണി കഴിഞ്ഞിട്ടുള്ളൂ. നല്ല വൃത്തിയിൽ ഗ്രാനൈറ്റും മാർബിളൊക്കെ ഇട്ട് സൂപ്പർ സുന്ദരമായ സ്വർഗീയ ഭവനം തന്നെയാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല സൗകര്യത്തോടുള്ള ബാത്റൂമും സൗകര്യവും എല്ലാം ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കും. അർഹതപ്പെട്ട കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് അവർക്ക് ഇത് താമസ സൗകര്യം ചെയ്തു കൊടുക്കാനാണ്. കാരണം അഭിമാനത്തോടെ പറയാം, അവിടുത്തെ വയസ്സായ മനുഷ്യർ മുഴുവനും എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പല പ്രാവശ്യം ഇവിടെ വന്ന് എല്ലാ സൗകര്യങ്ങൾക്കും ഒപ്പം നിന്ന് ഞാൻ ആ യുവാക്കളൊക്കെ ഉണ്ടെങ്കിലോ വയസ്സായ ആൾക്കാരെ വരവാണ് ഞാൻ അത്ഭുതം തോന്നിയത്. പിന്നെ ഇത് ഞങ്ങളെ ഉസ്താദ് ഫൈസൽ ഉസ്താദിന്റെ പ്രവർത്തനമാണ്. ഞാൻ ഉസ്താദുംപാടെ കൂടിക്കാനാണ് എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മക്ക് ഇതൊക്കെ സൗകര്യം ചെയ്തു കൊടുത്ത്. കാരണം ഉസ്താദ് അൻസാരിക്കാന്റെ വലങ്കൈ, ഞാനും വലങ്കൈ, ഞങ്ങളോട് രണ്ടാളോടും അൻസാരിക്ക് എല്ലാ വിശേഷം പറഞ്ഞു ഇല്ലേ ഉസ്താദെ? അപ്പോൾ അതോടെ ഞങ്ങളും എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയുടെ കുടുംബമായി. അൽഹംദുലില്ലാ വെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ എല്ലാ മനുഷ്യസ്നേഹികളും, അത് സ്വന്തമല്ല, അവരെ പ്രവർത്തനത്തിൽ ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. അവരിലെ സംഘടനയിലുള്ള ഉള്ളിലുള്ള പലർക്കും പല രാഷ്ട്രീയം ഉണ്ടെങ്കിലും പാവങ്ങളെ സഹായിക്കുന്നിടത്ത് ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങൾ അധ്വജി, ഇത് കോൺട്രാക്ടർ എടുത്ത അഭിമാനത്തോടെ ഞങ്ങൾ സന്തോഷത്തോടെ പറയണം, ഏറ്റവും നല്ല വർക്ക്. ഇപ്പൊ നമ്മളവിടെ 27 വർക്ക് വീടിന്റെ വർക്ക് നമ്മളെ മേപ്പാടി പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്, 2ാം വാർഡില്. ആ വർക്കൊന്നും നമ്മൾ മനസ്സിക്ക് തൃപ്തിയില്ല. ഇന്നിപ്പോ 5 വീട് അവിടെ താക്കോൽ കൊടുക്കലുണ്ടായിരുന്നു. നമ്മുടെ മംഗലാപുരത്തുള്ള HIF പറഞ്ഞ സംഘടനയുടെ വീട്. അതൊക്കെ ഞങ്ങൾ സ്ഥല സൗകര്യം അതിന് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തെന്ന് ഞങ്ങളെ കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞ ബനിയാസ് സ്പൈക്കിന്റെ അജിക്ക കാരുണ്യ പ്രവർത്തനത്തിന്റെ നടുന്തൂണാണ് അറിയാം. കാരണം അജിക്കാന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു പങ്കും കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞ മനുഷ്യനെ പാവങ്ങളെ സഹായിക്കണം. അതിൽ ജാതിയില്ല മതമില്ല, എന്ത് വിഷമങ്ങൾ ആരും നമ്മൾ വിളിച്ചു പറഞ്ഞാലും മോനോ അതിന് എന്താ ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യാം. ഇപ്പൊ നമ്മളെ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ 4 കുട്ടികൾ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ആ കുട്ടികളെ ഒരു വീടിന്റെ വർക്ക് പാതി എന്നുള്ളത് ഞങ്ങളെല്ലാവരും പൂർത്തീകരിച്ചു പോണ്. മറ്റേ റിദ ഫാത്തിമാറിന്റെ മോൾക്ക് വാടക വീട്ടിലായിരുന്നു, മയ്യത്തൊന്നും ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഒരു തട്ടിന്റെ മുകളിലായിരുന്നു, ഇരുമ്പിന്റെ കോണിയാണ് ആ വീട്. അപ്പോൾ ആ മോൾ ആഗ്രഹിക്കുന്നു ഉമ്മാനോടൊന്നും പറയുന്നത്, ഞാൻ പഠിച്ചു വളർന്ന് വലുതായാലും നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവും ഉമ്മ അല്ലെങ്കിൽ ഉപ്പാനോടൊക്കെ ഉള്ള. അവർക്ക് മരിച്ച 4 കുട്ടികളിൽ 2 കുട്ടികളെ ഉപ്പാരും ഉമ്മാരും ഞങ്ങൾക്ക് ഉംറക്കും കൊണ്ട് അവരാഗ്രഹം സാധിപ്പിച്ചു കഴിഞ്ഞു. റിദ ഫാത്തിമാറിന്റെ മോള്
സ്വർഗത്തിൽ നിന്ന് കാണട്ടെ. അവളെ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ആചിക്കാം. അതേമാതിരി നമ്മളെ ഓടമല അബ്ദുവച്ചി എന്ന മനുഷ്യസ്നേഹി, എൻ്റെ ഏട്ടൻ അലിമൊയ്തീന്, ഇവരൊക്കെ എന്തിനും ഞങ്ങൾക്ക് സഹായിച്ചുകൊണ്ടാണ്. അങ്ങനെ കുറേ നല്ല മനുഷ്യസ്നേഹികൾ. അപ്പം ഇതൊക്കെ കാണണ്ടാട്ടാ. നിങ്ങൾ വയനാട്ടിലേക്ക് ആര് വരുമ്പോൾ ഈ സ്വർഗീയ ഭവനങ്ങൾ, നമ്മുടെ എറണാകുളം ജില്ലാ മഹിളാ കൂട്ടായ്മൻ്റെ ഈ ഭവനങ്ങളൊക്കെ ഒന്ന് കാണാൻ വരിക. എന്തായാലും നമുക്ക് ഈ വീട് വർക്കിന്റെ ഉദ്ഘാടന സമയം അതിനു മുന്നേ നമ്മൾ നിങ്ങളെ അറിയിക്കും. ഇന്ത്യയിലൊക്കെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനൊക്കെ മനസ്സുണ്ടെങ്കിൽ വല്ല സാധനങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, പടച്ചോ എപ്പോഴാണ് നമുക്ക് വിഷമങ്ങൾ തരുമെന്ന് അറിയില്ല. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എൻ്റെ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഞങ്ങളിത് പണമുണ്ട്, ഞങ്ങൾ വലിയ വീട്ടിലാണ്, വലിയ സൗകര്യങ്ങളുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടത് നമ്മളിപ്പോൾ ചുരൽമല മുണ്ടക്കൈക്കാരത്ത് കണ്ട. കൊറോണ വന്നപ്പോൾ നമുക്ക് പാഠം പഠിപ്പിച്ചതാ. പണം കൊണ്ടും നമ്മുടെ അധികാരം കൊണ്ടും പവർ കൊണ്ടും ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മരണഭയത്താൽ ഓടിയെന്ന് നമ്മൾ കൊറോണ സമയത്ത്. അന്ന് നമ്മളെ സ്വത്തിനോ അല്ലെ നമ്മളെ കയ്യിലുള്ള പണത്തിനോ ഒരു വിലയുണ്ടായിരുന്നില്ല. കാരണം മരണത്തെ ഭയന്ന് നമ്മൾ പേടിച്ച് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ പടച്ചോൻ തേടി വരുമ്പോൾ നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്ത സക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക മനുഷ്യന വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടായി കൊടുക്കുമ്പോൾ അതിനൊക്കെ കാവല് പടച്ചുണ്ടാവും. പിന്നെ നമ്മൾ മരിച്ചിട്ടാണ് സ്വർഗം എന്നൊക്കെ പറയും നമ്മൾ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ ജീവിതം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന പുണ്യപ്രവൃത്തിയാണ്. മനുഷ്യരെ ദയനീയാവസ്ഥ സമയത്ത് വല്ലാതെ വിഷമിക്കുമ്പോൾ ചേർത്ത് പിടിച്ചാനും നല്ല വാക്ക് കൊടുക്കാനും നമ്മളെ കയ്യിലുള്ളത് സഹായിക്കാനും മനസ്സ് കാണിച്ചാൽ എവിടെയും നമ്മളെ കാവല് പടച്ചവും കാക്കും, ഉറപ്പാണ്. അപ്പോൾ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ മാതിരി നമ്മളെ കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള ജില്ലാ മഹല്ല് കൂട്ടായ്മ ഉണ്ടാകട്ടെ. അവിടെ ഗ്രൂപ്പും രാഷ്ട്രീയവും മതങ്ങളും ഒക്കെ മറന്ന് മനുഷ്യരെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ അപ്പോൾ അഭിമാനത്തോടെ എറണാകുളം ജില്ലാ കൂട്ടായ്മക്ക് നമുക്ക് ബിഗ് സല്യൂട്ട് അടിച്ച. കാരണം അവരാണ് കേരളത്തിൽ ആദ്യം തുടക്കം കുറിച്ച്. ആ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും സഹായം ചെയ്യുന്നതിൽ ഓരോ അവർ ഒന്നാ. അതൊരു ചരിത്രമാണ്, നമ്മുടെ കേരളത്തിന്റെ തന്നെ ചരിത്രം ആണ് എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ. കാരണം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അവര് വയനാട്ടിലേക്കുള്ള യാത്ര വരുമ്പോൾ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ആ ഒരുമ, ആ വയസ്സായ ആൾക്കാരും യുവാക്കളൊക്കെ ചിരിച്ച് കളിച്ചുകൊണ്ട്, അതായത് എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി വരുന്നത്? നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് കുടുംബങ്ങൾ വഴിയാധാരായി, കുറെ ആളുകൾ മരണപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് തണലൊരുക്കാൻ പടച്ചോൻ എങ്ങനെ അവർക്ക് കാവലില്ലായിരിക്കുക? പടച്ചോന്റെ കാവല് ആ പറയപ്പെട്ട മനുഷ്യർക്ക് മുഴുവൻ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മക്ക് ഉണ്ടാവും. കാരണം ചെയ്യുന്നതിലാണെങ്കിലോ ഒരു ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒരു കുന്തുമില്ല. മനുഷ്യരാണോ അർഹരാണോ അവരെ ചേർത്ത് പിടിച്ചാണ് അവര്. ഏതായാലും ഇൻഷാ അല്ലാഹ് വർക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇതിലേക്ക് ഇന്ന് ഞങ്ങൾ 5 വീട് കൊടുത്തതിൽ ഞങ്ങൾക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായി. കാരണം അത് നമ്മൾ അറിയപ്പെടുന്ന, നമുക്ക് നമ്മളിവിടെ വയനാട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ഉസ്താദ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് 5 ആളെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം ഉസ്താദിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിലപ്പുറം ചിന്തിക്കാണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ള എല്ലാ വീട്ടിലേക്കും ഞങ്ങൾ പോയി തിരഞ്ഞെടുത്ത ആൾക്കാർ 100% ഞങ്ങൾ അർഹതപ്പെട്ടവരാണെന്നും ആ വീടുകൾ സന്ദർശിച്ച് ഇവരിതിന് അർഹരാണെന്നുള്ള ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അത് ഉസ്താദിന്റെ അടുത്ത് ഈ 5 ആൾക്ക് മംഗലാപുരം HIFന്റെ വീട് നിർമ്മാണം ഉസ്താദിന്റെ കെയർ ഓഫിലായിരുന്നു. അപ്പോൾ ആ 5 വീടും ഉസ്താദിനെ അതിനുള്ള ആളെ തിരഞ്ഞെടുക്കാനാണ് പോയത്. പക്ഷേ നിർഭാഗ്യവശാല് ഉസ്താദ് തെരഞ്ഞെടുത്ത ആളുകൾ, അല്ലെങ്കിൽ ഉസ്താദ് അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് മാത്രമേ ഉള്ളൂ. അവരെ വീടോ അവരെ സാഹചര്യമോ അവർ ദുരന്തത്തിൽപ്പെട്ട ആളുകളോ എന്നുള്ളതൊന്നും അന്വേഷിക്കാതെ അവർക്ക് വീട് കൊടുക്കാന്നുള്ള ഓഫർ ചെയ്തു. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ വിളിച്ചുകൊണ്ട് ഞങ്ങളോട് സങ്കടം പറഞ്ഞു. അവനൊക്കെ അർഹതപ്പെടാത്ത ആൾക്കാരാണല്ലോ നിങ്ങളെ നിർമ്മിച്ച വീടുകൾ കൊടുക്കുന്നത്, അത് എന്തുകൊണ്ടാന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതങ്ങനെ ഉസ്താദിനായിട്ട് ബന്ധപ്പെട്ട ഉടനെ അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാനിവരായിട്ട് നേരിട്ട് ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചുള്ളൂ, ഞാൻ അവരെ വീടോ കാര്യങ്ങളോ വീടുണ്ടോന്നോ ഇല്ലയെന്നോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പം ഇന്നലെ രാത്രി ഞങ്ങളൊരു പുതിയ തീരുമാനം എടുത്തു. നമ്മൾ കൊടുക്കുന്ന 5 വീടിന് ബദല് അവര് താമസിക്കുന്ന 5 വീട് ചുരൽമലയിലുള്ള, അതിന് വലിയ കേടും പ്രശ്നങ്ങളൊന്നുമുള്ള വീടല്ല, ബുദ്ധിമുട്ടൊന്നും ഉള്ള വീടല്ല, പക്ഷെ അവർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വീട് 5 വേറെ കുടുംബങ്ങൾക്ക്, മറ്റ് അവിടെ തന്നെ താമസിക്കാൻ തയ്യാറായ കുടുംബങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാന്ന് പരസ്പരം ആണ്ടുകൊണ്ട് തീരുമാനിച്ചു. നമ്മളെ മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന 27 വീട്ടിൽ 5 വീട് ഇവർക്ക് കൊടുത്തപ്പോൾ അവര് താമസിച്ചിരുന്ന, അതും ഇതേമാതിരി വീടല്ല കേട്ടോ, സൂപ്പർ വീടുകളാണ്.
ആ വീടുകൾ 5 കുടുംബങ്ങൾക്ക് കൊടുക്കാനെന്നുള്ള തീരുമാനത്തിലെത്തിയോണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ കൈമാറ്റം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് 5 കുടുംബത്തിനും പാടെ വീട് താമസിക്കാൻ സൗകര്യമായി കിട്ടി. അല്ലേ കുഞ്ഞുട്ടാക്ക? കാരണം ഇവരിന്ന് നമ്മളെ മംഗലാപുരത്ത് കുട്ടികൾ പിന്നെ രാത്രി ഇന്നലെ വന്നതാ. അവര് പിന്നെ സങ്കടത്തോടെ വല്ലാത്ത സങ്കടം പറഞ്ഞു, മാനുക്ക ഇത് നമ്മളറിയില്ല, നമ്മളിപ്പോ ഇവര് തന്ന പിന്നെ ലിസ്റ്റല്ലേ, അതിൽ നമ്മൾ ഒന്നും അപ്പുറം ആലോചിച്ചില്ല. കാരണം ഉസ്താദാണല്ലോ നേരിട്ട് പോയി അന്വേഷിച്ചില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ട് ഇവിടെ 100 കുടുംബത്തിന്റെ ലിസ്റ്റ് തന്നിരുന്നു ഞങ്ങൾക്ക്. അത് ഞങ്ങൾ നേരിട്ട് പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൽ ഏകദേശം ഒരുപാട് ആളുകൾ അർഹരല്ല. കാരണം ഓല വീടിന് യാതൊരു പ്രശ്നമോ പരാതിയില്ല. പക്ഷെ അവിടെ അർഹതപ്പെട്ട എത്രയോ കുടുംബങ്ങൾ ആരോടും ചോദിക്കാൻ പറ്റാതെയും വിഷമിച്ചുകൊണ്ടും ആരും കണ്ടറിയാതെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ അതേമാതിരി പാടിയിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടെ ആ പാടിയൊക്കെ പോയി നഷ്ടപ്പെട്ടു. കാരണം അവരുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീട് അവർക്കില്ല. പിന്നെ ഈ പാടിയിൽ ആ താമസിച്ചിരുന്ന ആൾക്കാർക്ക് ആ പാടി പോയതോടെ അവര് ആകെ തളർന്നു. അവരൊക്കെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചത്. ഞങ്ങൾ അങ്ങനത്തെ പോലെയാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്. കാരണം ഇനിയുള്ള ഇതൊന്നും ഒരു അപാകതയും പയക്കാതെ തീർത്തും അർഹതപ്പെട്ടു. ഇപ്പൊ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മന്റെ 14 വീട് ഇപ്പൊ അവിടുത്തെ മഹല്ല് കൂട്ടായ്മനെ നേരിട്ട് വന്ന് 100% അർഹതപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഇന്നിപ്പോ ഞാൻ അവരൊക്കെ വീരറിച്ചു. അത് ബോധ്യപ്പെട്ട് ഇവർക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്, ഇതിൽ ഒരു മിസ്റ്റേക്കും അവർക്കില്ല. കാരണം അർഹതപ്പെട്ട ആളുകളാണെന്നുള്ള നല്ല ബോധ്യത്തോടെ ആണ് ഇനി വീട് കൊടുക്കുക. മറ്റ് പല ആളുകളും പല രാഷ്ട്രീയക്കാരും മതസംഘടനകളും ഒക്കെ ഇതിന്റെ അടിയിൽ കൂടി തള്ളിക്കയറ്റി ഇവരർഹര പോയി നേരിട്ട് അന്വേഷിക്കുമ്പോൾ ഒരിക്കലും അർഹരല്ലാത്ത ആളുകളാണ്. കാരണം സ്വന്തമായിട്ട് സൗകര്യമുള്ള ഉസ്താദ് തന്നെ ഫൈസൽ ഉസ്താദ് തന്നെ ഉപാധി വെച്ചു. കാരണം ആ 5 വീട് അവർ താമസിക്കുന്ന 5 വീട് പാവപ്പെട്ട അവിടുത്തെ ചുരമലുള്ള ആൾക്കാർക്ക് കൊടുക്കാനും, നമ്മൾ നിർമ്മിച്ച 5 വീട് മംഗലാപുരം HSF നമ്മൾ പിന്നെ എടുത്തുന്ന വീട് ഈ പറയപ്പെട്ട ഇവർക്ക് കൊടുക്കാനും നമ്മൾ ധാരണയിലായി. അവരത് മറ്റവർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കുക. അങ്ങനെ തീരുമാനിച്ചു. ഇതില് ഒരു സത്യസന്ധത നീതി വേണ്ട. അല്ല, കുറ്റൂർ അദ്രാമാനോട് വിളിച്ചു പറഞ്ഞു. നമ്മള് അജിക്ക് ഭയങ്കര വിഷമിച്ചു, എന്താ മോനും ഇങ്ങനെ പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു അവര് തെരഞ്ഞെടുത്ത് ആ വിശ്വാസത്തിന്റെ മുകളിൽ നമ്മളപ്പുറം അന്വേഷിക്കാൻ പോയില്ല, ഈ 5 കുടുംബത്തിനെ അന്വേഷിച്ചിട്ട്. അപ്പൊ ആജിക്കാരോട് നമ്മൾ പറഞ്ഞു, അജിക്ക ഇനി എപ്പോഴാണ് രജിസ്റ്റർ കൊടുക്കണത്? അവർ ആ ഭൂമി രജിസ്റ്റർ കൊടുക്കുമ്പോ ആ വീടും കൊടുക്കുമ്പോ ഈ വീടും ഇതും ആജിക്ക് രജിസ്റ്റർ കൊടുക്കുക. അപ്പൊ ആജിക്ക് പറഞ്ഞു 100% ഇനി ഉള്ള ശ്രദ്ധിക്കുന്ന കുട്ടികള് ഇതങ്ങനെ തന്നെ, ഇതിലൊരു മാറ്റം ഇല്ല. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ല, ഓല അവിടെ നിന്ന് പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ 5 കുടുംബം നമുക്ക് കൂടുതൽ കിട്ടി. 5 കുടുംബം രക്ഷപ്പെട്ടല്ലോ, എന്തില്ല. അപ്പൊ ഇനി ഏകദേശം നമുക്ക് എന്താ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മന്റെ ഈ പുണ്യപ്രവൃത്തിയെ പറ്റി ഉസ്താദിന് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, വളരെ സുതാര്യമായി സത്യസന്ധമായി എറണാകുളം മഹല്ല് കൂട്ടായ്മ വളരെ ആത്മാർത്ഥമായി, അതിൽ ഇവിടെ അബ്ദുഹാജിയുണ്ട്, പിന്നെ അതുപോലെ ഞങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്ടർമാർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത രൂപത്തിൽ വളരെ നീറ്റായി ലളിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് ഇതിന്റെ നിർമ്മാണ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റജി നല്ല ഉഷാറാ അല്ലേ? ഞാൻ ഇവിടെ വന്ന് വാട്ടർ ടാങ്കിന്റെ പിന്നെ തറക്കല്ലിടൽ നിർവഹിച്ചു. സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, നല്ലൊരു മനുഷ്യനല്ലേ, അസിസ്റ്റന്റ് സെക്രട്ടറി. തീർച്ചയായിട്ടും ഒരു വിവേചനമില്ലാതെ എല്ലാവരോടും വളരെ നല്ല രൂപത്തിൽ സമീപിക്കുന്ന ഒരു പ്രസിഡന്റാണ് നമ്മുടെ കോട്ടത്തറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റെനി സാറ്. മാത്രമല്ല ഇവിടെ വന്ന് നമുക്ക് ആവശ്യമായ റോഡിന്റെ നമ്മള് രേഖകളൊക്കെ കൈമാറിയിരുന്നു. പഞ്ചായത്തിന് ഇത് വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇവരൊക്കെ ഇവിടെ വന്ന് റോഡിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതിനനുബന്ധമായി ബാക്കിയുള്ള ടോട്ടൽ റോഡിന്റെ ലെങ്ത് എത്രയാണെന്നുള്ള സ്കെച്ച് പെട്ടെന്ന് കൈമാറാനും ഈ ഭൂമി അൻസാർ ഹാജിയുടെ മകന്റെ പേരിലുള്ള ഈ ഭൂമിയുടെ അവര് പഞ്ചായത്തിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു രേഖ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് കൈമാറിയാൽ പെട്ടെന്ന് തന്നെ റോഡിന്റെ വർക്ക് ആരംഭിച്ചു നമ്മൾ അൻസാരിക്ക അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കട്ടെ അല്ലേ? സർക്കാർക്കും നമ്മളെ എറണാകുളം ജില്ലാ കൂട്ടായ്മ ഒക്കെ അല്ല അയച്ചു കൊടുക്കട്ടെ. പിന്നെ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും കുടിക്കാൻ ആവശ്യമായ വിശാലമായ ഒരു കിണർ ബഹുമാനപ്പെട്ട അബ്ദുഹാജിയുടെ കെയർ ഓഫിൽ ഞങ്ങൾ കുറച്ച് ആളുകളുടെ 1-2 ആളുകളുടെ സഹായത്തോടു കൂടെ അത് വെച്ച് വല്ലാതെ ചിരിച്ചൊന്നുമില്ല കേട്ടാ. പക്ഷേ ആള് ചെയ്തുകൊണ്ട നന്മ പറയണ്ട സ്വകാര്യമായിട്ടാണ് അല്ലേ ഉസ്താദേ? വർക്ക് തുടങ്ങിയത് മുതൽ ശക്തമായ വെയിലും കൊണ്ട് എല്ലാ നിലയിലും
അത് ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് ഗൾഫിലേക്കൊക്കെ മുങ്ങിയിട്ടുണ്ട്. പക്ഷെ അബ്ദുൽ ഹാജിയുടെ സേവനം എന്ന് പറയുന്നത് ഫുൾ ടൈം ഒരു ദിവസം 2, 3, 4 പ്രാവശ്യം ഇവിടെ വരികയും കാര്യങ്ങൾ നോക്കുകയും എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്ത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും 100% എല്ലാത്തിലും വളരെ ആത്മാർത്ഥമായി നമ്മളിപ്പോ നമ്മളെ കേരളത്തിൽ ഉണ്ടാക്കുന്ന 15 വീട്, 12 വീട്, 27 വീട്, 2 വീടൊക്കെ ഉണ്ടല്ലോ. അതിനെക്കാട്ടൊക്കെ ഏറ്റവും ടോപ്പിലാണ് ലവഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ വീട് വന്ന് സന്ദർശിച്ചിട്ട് നമ്മൾ എറണാകുളം ജില്ലയ്ക്ക് അദ്വൈജിന്റെ നേതൃത്വത്തിൽ ഈ വീട് നിർമ്മാണം കെട്ടുറപ്പോടുള്ള നമ്മൾ സന്തോഷത്തിന് ഇപ്പൊ നമ്മളവിടെ പിന്നെ ഇതേ വർക്കാണ് ഇപ്പൊ നമ്മളെ എന്താണ് പഠന മഹല്ല് കമ്മിറ്റിന്റെ വീട് ഉണ്ടാക്കണം നമ്മൾ സ്ഥലം കൊടുത്തിട്ട് അതിലും ഇതേ വർക്കാ. കാരണം അദ്വൈജിന്റെ ഈ വർക്ക് വന്ന് കാണാൻ പറഞ്ഞ കുട്ടിയോട് ഞാൻ. കാരണം ഇവിടുത്തെ ചർച്ച അതാണ്. കാരണം എന്താ ഈ വീടിന്റെ വർക്ക് എന്ന്. തീർച്ചയായിട്ടും ഇതില് നമ്മൾ ഈ ലൈവ് കേൾക്കുന്ന എറണാകുളം മഹല്ല് കൂട്ടായ്മയിലെ അല്ലെങ്കിൽ എറണാകുളം മഹല്ലിലെ മുഴുവൻ ആളുകളോട് നമുക്ക് പറയാനുള്ളത് എറണാകുളം മഹല്ലിന് അല്ലെങ്കിൽ എറണാകുളം ജില്ലക്ക് തന്നെ വലിയൊരു അഭിമാനമാണ്. നമ്മളെ കേരളത്തിന് തന്നെ ഒരു അഭിമാനമായ ഒരു സേവനമാണ് എറണാകുളം മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിലൂടെ നടക്കുന്നത്. അത് നമ്മളെ വയനാട്ടിലേക്ക് വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും ദൂരം അമീർ സാഹിബും അതുപോലെ ജമാൽ സാഹിബിന്റെ നിർമ്മാണ കമ്മിറ്റി അതുപോലെ എഞ്ചിനീയേഴ്സ് തുടങ്ങി ഇതിന്റെ പ്രധാന ഭാരവാഹികള് വെട്ടോസ്താദ് ഉൾപ്പെടെ പ്രായമുള്ള ആൾക്കാർ അവര് ശരിക്കും പറഞ്ഞാല് മനസ്സിന് പ്രായത്തിയിട്ടില്ല എന്ന് തന്നെ തീർത്ത് പറയാം. ആ രൂപത്തിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം അമീർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് മാഷാ അല്ലാഹ് അവര് അതേ ദിവസം തന്നെ തിരിച്ചും നാട്ടിലേക്കുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിച്ചു പോവുകയാണ്. ഒരേ ലോങ് യാത്രയാണ്. അത്ഭുതമാണല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്. അത്രയും വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. അനുബന്ധമായി ഇൻഷാ അല്ലാഹ് 2 വീടിനുള്ള തറക്കല്ല് അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 വീടും കൂടി കെട്ടാനുള്ള സ്ഥലം ഇവിടെ ബാലൻസ് ഉണ്ട്. ഒരു 4 വീടുള്ള സ്ഥലം മാറിയും നമ്മൾ ഇൻഷാ അല്ലാഹ് സെറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച 20 വീട് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണവും തുടർന്നും ഉണ്ടാവണം. എല്ലാം റബ്ബ് കബൂൽ ചെയ്യട്ടെ. നമ്മളെ അൻസാരിക്കാക്കും ആമീൻ ആമീൻ. നമ്മളെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മക്കും ഇതില് നമുക്ക് നമ്മളെ പഞ്ചായത്താവട്ടെ നമ്മളെ നാട്ടില് ഇവിടുത്തെ ഒരുപാട് മനുഷ്യസ്നേഹികൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലേ ഇതിന്റെയൊക്കെ കാതല് ബഹുമാനപ്പെട്ട നാസർമാനൊക്കെയാണ്. അല്ല നമ്മളൊക്കെ അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായത് എല്ലാം അല്ലാഹു തആല. ഇന്നിപ്പോ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. നമ്മളെ എറണാകുളം നമ്മളെ മംഗലാപുരം HIF-ന്റെ 5 വീട് താക്കോൽ കൊടുക്കലുണ്ടായിരുന്നു. അവിടെ അവര് നല്ല യുവാക്കളാണ് അവര് 5 വീടും പെട്ടെന്ന് പൂർത്തീകരിച്ചു പോലെ. അപ്പൊ ഞാൻ അവിടെ നമ്മളെ വാവാട് ആജിക്കെന്നാൾ വന്നിരുന്നില്ല നമ്മളെ മരിച്ചില്ലേ ലോറി കാറപടത്തില്. അപ്പൊ വാവാട് ആജിക്ക നമ്മളോട് കുണ്ടൽപേട്ട ഒരു ക്യാൻസർ രോഗി മരിച്ചിരുന്നു. അതിന്റെ 4 കുഞ്ഞു മക്കളുണ്ട്. വാടക പോലും കൊടുക്കാൻ കഴിയാതെ വിഷമിച്ച അമ്മാനോ വീട് ഞാൻ ഉണ്ടാക്കി തരാം എന്റെ കുട്ടി ഒന്ന് ഇറങ്ങി അയക്കുന്ന പറഞ്ഞിട്ട് പലവട്ടം വിളിച്ചു. അതിലിടക്കാണ് ബാബജി മരിച്ചത്. അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും പാടെ വിളിച്ചിട്ട് ഇപ്പാന്റെ വാക്യം നമ്മൾ പാലിക്കേണ്ട മാനുക്ക, നിങ്ങളൊന്നും ഒഴിവായി തരി, നമുക്ക് ആ പറഞ്ഞപ്പോ 10 ലക്ഷം ഉറുപ്പിയോടെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ കാശായിട്ട് വീടുണ്ടാക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞായിക്കോട്ടെ. അവിടെ സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഇന്ന് നമ്മളെ HIF-ന്റെ വീട് താക്കോൽദാൻ സമയത്ത് ഞാൻ മംഗലാപുരമുള്ള കുട്ടികളോട് ഒരു അഭ്യർത്ഥന വിളിച്ചു. സ്ഥലം നമ്മളിങ്ങനെ ഒരു ക്യാൻസർ രോഗി മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 4 കുഞ്ഞു മക്കളാ, 10 വയസ്സിനെ താഴെയുള്ളൂ. നമുക്ക് ആ കുട്ടികളെ ഒന്ന് സുരക്ഷിതമായിട്ട് ഒരു പാർപ്പിടം കൊടുക്കാൻ നമ്മൾ ഗുണ്ടൽപേട്ട കർണാടകത്തിലാണ് നമുക്ക് ഒരു വീട് വെച്ചു കൊടുക്കും. എന്റെ സുഹൃത്തായ ഹാജിക്ക് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു 10 ലക്ഷം ഉറുപ്പ്യ നമുക്ക് സെറ്റ് ചെയ്യാം. സ്ഥലങ്ങൾ മേടിച്ചു ചോദിച്ചു. ഒരു ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് മാൻ സാഹിബ് സ്ഥലം ഞങ്ങൾ ഏറ്റു, നിങ്ങൾ ഒരുങ്ങിക്കൂളി അറിഞ്ഞു. ഇപ്പൊ മറ്റന്നാൾ നമ്മൾ ഗുണ്ടൽപേട്ട പോയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ. അപ്പൊ നമ്മളെ വാവാടുള്ള അജിക്കാക്കൊക്കെ ദുആ ചെയ്യ പരലോകത്തെ സ്വർഗത്തിൽ ഒരു സംശയമില്ല. അത്രയും പുണ്യപ്പെട്ട ചെയ്ത മനുഷ്യനാണ്. സ്വർഗത്തിന്റെ അവകാശിയാണ്. കാരണം നമ്മളെ വിശ്വാസം എന്നാണല്ലോ. നല്ലത് ഇവിടുന്ന് ചെയ്താൽ ഇവിടുന്നും നല്ലത് അവിടുന്നും നല്ലത്. കാരണം ഒരു പാപവും അവന്റെ ജീവിതത്തിൽ ദാനധർമ്മത്തിന് ഒരിക്കലും പരാജയമില്ലല്ലോ. സുഖം സുന്ദരമായ ജീവിതം അല്ല ഇവിടുന്ന് അവിടുന്ന് തരുന്നില്ലേ. നമ്മളെ അനുഭവമാണ്. പ്രശ്നം സ്വീകരിക്കട്ടെ. അദ്വൈജിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 52 ഒന്നല്ലല്ലോ റബ്ബേ. 60 മുകളിൽ കാണിക്കുന്ന അപ്പൊ എന്തായാലും പഠിച്ചനെ നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഞങ്ങൾ അദ്വൈജിക്ക്. കാരണം 100% സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യസ്നേഹാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥത്തോടെ പഠിച്ചവനെ പേടിച്ച് സത്യസന്ധമായിട്ട്. ഇപ്പൊ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ 100% സന്തുഷ്ടരാണ്. കാരണം അദ്വൈജിന്റെ ഈ വീട് വർക്ക് ഏൽപ്പിച്ചപ്പോ അദ്ദേഹം ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ, 5 മാസത്തിനടുത്തായി ഈ വീട് വർക്ക് ഏകദേശം പൂർത്തിയായി. നല്ല കെട്ടുറപ്പോടെ കാണാനും നല്ല ഭംഗിയുള്ള സ്വർഗീയ ഭവനം. ഇപ്പൊ നമ്മൾ കൊടുത്ത
പിന്നെ വേറൊരു 22 പേർക്ക് കൊടുത്തിരുന്നു ഒരു ടീമിന്. അവര് താറി 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 പഠിച്ചവനെ ചീത്ത പറഞ്ഞിട്ടും ആൾക്കാരുടെ അടുത്തൊക്കെ ഫുള്ള് കാശും പഠിച്ചു കൊടുത്തു. പക്ഷെ പണിക്കാരെ കിട്ടില്ല പറ്റില്ല. എന്നിട്ട് ഇന്നലെ നമ്മൾ ഫുള്ള് പണിക്കാരെ ഇറക്കി കൊടുക്കുക. അതൊക്കെ പഠിച്ച അധ്വാചന നമ്മൾ കൈ കിട്ടിന പൂർത്തീകരിച്ച് എന്തായാലും പൂർത്തീകരിക്കട്ടെ. താങ്ക്സ് കുഞ്ഞിട്ടാക്ക. ഞങ്ങളെ KC കുഞ്ഞിട്ടാക്ക ഇങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ ഓടുകയാണ്. ഞങ്ങളെ ഓരോ കാര്യങ്ങളേറ്റ് ഓടുകയാണ്. അൽഹംദുലില്ലാ. അതെ അതെ അതെ. മിഞ്ഞാന്ന് ഇങ്ങനെ ഒരു പരിപാടി വയനാട്ടിലുണ്ടായിരുന്നപ്പോൾ കുഞ്ഞിട്ടാക്ക കോയമ്പത്തൂരിൽ നിന്ന് ഫാമിലിനെ അവിടെ നിർത്തിക്കൊണ്ട് രാത്രിക്ക് രാത്രി വന്ന് രാവിലെ ഞങ്ങൾ വയനാട്ടിലേക്ക് ഇന്നലെ പോകുന്നു. ഇന്ന് അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മള് പിന്നെ മേപ്പാടിയുള്ളത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇവിടേക്ക് എത്തിയത് അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെയല്ലേ നമുക്ക് കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. അതാണ് നമ്മളുടെ ഒരു മനസ്സിന്റെ, അതായത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക. ഒരുപാട് പാവങ്ങൾ നല്ല ഒരു സ്വർഗീയ ഭവനം എന്ന് തന്നെ പറയാം. മാനപ്പാറ ഭാഷയിൽ പറയുമ്പോൾ സ്വർഗീയ ഭവനം എന്നാണ്. അത് തന്നെയാണ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർഹതപ്പെട്ടവർക്ക് അത് മാത്രമാണ് പറയാനുള്ളത്. ഇതിൽ അപേക്ഷിക്കുന്ന ആരാണെങ്കിലും അർഹതപ്പെട്ടവരായിരിക്കണം. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെറിയൊരു അമളി പെട്ടു. പക്ഷെ അത് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അതിന് പകരം മറുപടി വേറെ വെച്ചിട്ട് ഉപാധി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക എല്ലാവരും. ആര് വീട് കൊടുക്കുമ്പോഴും വയനാട്ടിലുള്ള ചുരമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബമാണോ അർഹരാണോ അതല്ല അവിടെ നേരിട്ട് പോയി അന്വേഷിക്കണം. അല്ലാതെ ആരെയും തന്നെ ലിസ്റ്റില് നമ്മൾ പെട്ടാല് അബദ്ധത്തിൽ ചാടും. അത് ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ എറണാകുളം ജില്ലാ മേലെ കൂട്ടായ്മക്ക് അമീർ കാക്കും ഉസ്താദിനൊക്കെ വിട്ടിന്ന്. ഉസ്താദെ നേരിട്ടിട്ട് വരണം, അവര് കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി നേരിട്ട് വന്നിട്ട് ഇവരെ വീടുകൾ ഏതായിരുന്നു, ഇവരെ വീട് എവിടെ പോയത്, ഇവരെ അവസ്ഥ എന്താണ്, ഇവര് പാടിയിലുണ്ടായിരുന്ന ആൾക്കാരാണോ അർഹതപ്പെട്ടവരാണോ, അതെല്ലാം ഇപ്പൊ ഇവർക്ക് നിലവിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ സന്തോഷമായ വീടുണ്ടോ. കാരണം ഇത് വീട് ഇവിടെ മേടിച്ച് ചെയ്യാ, അവിടെ പിന്നെ വാടകയ്ക്കും കൊടുക്കലായാല് നമുക്ക് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കിട്ടാതാവുകയല്ലേ. അങ്ങനത്തെ ചതി പെടാതിരിക്കട്ടെ. ശരിക്കും പോയിട്ട് നമ്മൾ സ്ഥലം പരിശോധിക്കണമാണ്. ഞങ്ങളിന്ന് രാവിലെ 7 മണിക്കാണ് പോയി. 7 മണിക്ക് പോയിട്ട് 9 മണിയായപ്പോൾ അവിടെ ആ പരിസരത്തുള്ള ആളുകളൊക്കെ വിളിച്ച് ശരിക്കും പഠിച്ചപ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റിയത്. ഞങ്ങൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം മഹല്ല് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനമാണ് നമുക്ക് ഈ സംഭവം ചെയ്തു തരുന്നത്. അവർക്ക് ഇതിന്റെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അവർ അതിനു വേണ്ടി തന്നെ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവര് നമ്മളുമായിട്ട് യോജിച്ച് ഇൻഷാ അല്ലാഹ് കൃത്യമായ രൂപത്തിൽ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. മാനുക്ക് അത് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ നമുക്ക് അത് 100% കിട്ടിട്ടില്ലേ. അർഹതപ്പെട്ടവർ കിട്ടുമ്പോഴാണ് ആ പാവങ്ങള് എറണാകുളത്ത് നിന്ന് വന്നുകാണ്ട് ഇത്രയും ത്യാഗം ചെയ്യുമ്പോ അതിൽ ഒരെണ്ണം പേച്ച നമ്മൾ ആ സങ്കടം പടച്ചവനോട് നമ്മൾ സമ്മാനം പറഞ്ഞുതരും. കിട്ടുന്ന ആ വിഷയമല്ല. കാരണം ഈ ചൂരൽമലയിൽ ഈ ദുരന്തം ഉണ്ടായ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മാനുപ്പ് ഞങ്ങൾ കൂടി മാനുപ്പാന നേതൃത്വത്തിൽ എന്നോട് എത്തി ഈ സ്ഥലത്ത്. കാരണം അന്ന് മുതൽ തുടങ്ങിയതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ മാനുപ്പ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ മാതിരിയാ. ഈ വൈകുന്നേരം വീട്ടിൽ പോകണമെന്നല്ലാതെ 4 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരണം, പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം. അതിനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണ് കിട്ടുന്നതിന് അതൊരു യാതൊരു വിലയില്ല. എന്നാലും ഒരു സത്യമുണ്ട് ഉസ്താദെ, നമ്മളൊക്കെ ഇതിലൊരു സുഖം കാണില്ലേ. ഇവിടെ വരുമ്പോൾ ഓരോ വർക്കും പൂർത്തീകരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മളൊരു പ്രത്യേക സുഖം കിട്ടില്ലേ. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ. അൽഹംദുലില്ലാ. അതെ അതെ. അവര് ഷെഡ് തലയിൽ തട്ടുന്ന രൂപത്തിലുള്ള അത്രയും ചെറിയ വീടുകളിൽ വെയിൽ സമയത്ത് തീരെ അതിനുള്ളിൽ താമസിക്കാൻ പറ്റാത്ത രൂപത്തിൽ കഴിഞ്ഞുകൂടിയ കുടുംബമാണ്. ഈ 3 കുടുംബത്തെ നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ അത്രയും പഠിച്ചിട്ടാണ്. അവരിപ്പോ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലാണ് താമസിക്കുന്നത്. നമ്മൾക്കൊക്കെ ഒരു വീടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി വലിയ വീട്ടിൽ നിന്ന് വേറൊരു വലിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ വീടിനെ പരിചരിക്കുന്നതിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇവര് ഈ വീടുകളെ സംരക്ഷിക്കുന്നത്, ആ വീടിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ അവര് പരിരക്ഷിക്കുന്നതൊക്കെ അത്രയും അത് ഒരു സ്വർഗം കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഒരു നിധി കിട്ടിയതുപോലെയാണ് അവർ സംരക്ഷിക്കുന്നത്. അവർ അതിന്റെ നന്ദിയും കാര്യങ്ങളൊക്കെ നമ്മുടെ എനിക്ക് മാനുക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. അത്രയും ആത്മാർത്ഥമായിട്ടാണ്. തീർച്ചയായിട്ടും അവിടെ കാണുമ്പോ കുട്ടികൾ തന്നെ, ചെറിയ കുട്ടികൾ തന്നെ ചിരിച്ചിട്ടാണ് കാര്യം. മറക്കാൻ കഴിയൂല. അതെ, അതല്ല അൻസാർ ഖാൻ ഞാൻ അവിടെ പോയി ദുബായി പോയി കണ്ടിന്ന്. അപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ഫുഡിനൊക്കെ കൊണ്ടുപോയി. പിന്നെ അങ്ങോട്ട് ചർച്ചയാണ്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി എന്താ മോനെ ചെയ്യേണ്ടത്, ഇനി എന്താ കാര്യം, ഇതാണ് ചോദ്യം. അങ്ങനത്തെ ഒരു തള്ള പൈസ കൊടുക്കട്ടെ. വിശപ്പെടുക്കുക എന്ന് പറയുന്നത് അൻസാർ ഖാന്റെ ഏറ്റവും വലിയ എന്താ പറയാ ജീവിതത്തിലെ ഒരു ഹോബിയാണ്. അത് ആരെ കണ്ടാലും ഏറ്റവും മുന്തിയ. അതല്ല ഉസ്താദേ, കൊല്ലത്തുനിന്ന് കുറെ അതെ 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 കൊല്ലത്തുനിന്ന് തന്നെ കുറെ സഹായങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ വാഹിദ്ക്കാരനാളുണ്ട്, റഷീദ്ക്കാരനാളുണ്ട്, ഇവരൊക്കെ വീട് ചേരുന്നുണ്ട് നമുക്ക്.
ആ സ്പോട്ടിൽ കായ് കൊടുത്തൂല്. ഒമാനിലെ ബിസിനസ് എല്ലാം ആ ആ ആ നമ്മളെ സ്വന്തം ആളാണ്. വാഹിദ്ഖാനൊക്കെ ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് മാഷാ അല്ലാഹ്. ഇവിടെയുള്ള പ്രൊജക്ട് ഒക്കെ ഞാൻ വാഹിദ്ഖാനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മാത്രമല്ല കിണറിന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അതിന് ഫണ്ട് തരാനൊക്കെ ഒക്കെ ചെയ്തുതരും. ഉഷാറാണ്. മാഷാ അല്ലാഹ് അവരുടെ ബിസിനസ്സിലൊക്കെ അല്ലാഹു ബർക്കത്ത് ബർക്കത്ത്. ആമീൻ. വലിയ ഒരു ഇഫ്താർ ആയിരുന്നു ഒമാനിൽ നടന്നത്. അതെ 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 അതെ. അവരുടെ കമ്പനിയുടെ ഇഫ്താറിൽ മാഷാ അല്ലാഹ്. അയ്യോ അതെ അതെ. ഞാൻ അവരുടെയൊക്കെ ആ ഇഫ്താറിൽ പങ്കെടുക്കുകയും ആ ദുആ മജ്‌ലിസിലൊക്കെ കൂടുകയും ചെയ്തിട്ടുണ്ട്. നല്ല സഹായിയാ, പാവാണ്, നല്ല മനുഷ്യനാ. വർഷവും അവരത്തൊക്കെ സമ്പത്ത് ആരും കൊടുക്കട്ടെ അല്ലേ. പക്ഷെ അല്ലായിക്കോട്ടെ. ഞാൻ കുഞ്ഞിട്ട് നിർത്തട്ടെ. അപ്പൊ തിരിച്ചു പോവും നമ്മളൊക്കെ ഒരു ദിവസം. നാളെ ലോട്ടറി ടിക്കറ്റ് മാതിരി നമുക്കൊക്കെ തിരിച്ചു പോകേണ്ട ഒരു ദിവസമുണ്ട്. മരണം എന്ന വിരുന്നുകാരൻ തേടി വരും. അപ്പൊ നമ്മള് എല്ലാവരും നമ്മളെ വന്ന് കാണും. പക്ഷെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അന്ന് ആ സഹായം കിട്ടിയ ആൾക്കാർ എല്ലാം എത്തിയില്ലെങ്കിലും ഒരുവിധം നല്ല മനസ്സുള്ളവർ മുഴുവൻ പടച്ചവനെ എന്നെ ഇടങ്ങറായ സമയത്ത് എന്നെ സഹായിച്ച, എന്നെ ചേർത്ത് പിടിച്ചതാ റബ്ബേ, അല്ലെങ്കിൽ ദൈവമേ, അങ്ങനെ ഓരോ മതവിശ്വാസികളും നമ്മള് സഹായിച്ച ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ടാവും. ദുനിയാവെന്ന് കൊണ്ടുപോകുന്ന സമ്പത്ത് നമുക്ക് ബഹുമാനപ്പെട്ട അരിഞ്ഞോളി മൂസാക്കിയും പേരൊക്കെ പാടിയുണ്ട്. കെട്ടുകൾ എങ്ങനെ കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിലെല്ലാരും ഏറ്റി. ഈ കട്ടിൽ എങ്ങനത്തെ കട്ടിലറിയാം, ഒന്ന് തിരിഞ്ഞെടുക്കാൻ മറിഞ്ഞെടുക്കാനൊന്നുമില്ല. ആ കൊണ്ടുപോണ എടുക്ക പള്ളിക്കാട്ടിലേക്കൊരു യാത്ര. നമ്മളെ പള്ളി നിസ്കാരം കഴിഞ്ഞ് പിന്നെ അടുത്ത് കൊണ്ടുപോണ്. നമ്മളെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന മക്കളോ കുടുംബങ്ങളോ നമ്മളെ ഡ്രൈവർമാരോ നമുക്ക് സഹായിക്കാനുള്ള നമ്മളെ പല സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരും ഇല്ലാത്തൊരു ജീവിതം. ആ വീട്, ആ 6 അടി മണ്ണ് എന്താ ഉള്ളത്? ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള കിടത്തം, അവിടുന്ന് നമ്മൾ പുതിയ ജീവിതം തുടങ്ങുക. ആ 6 അടി മണ്ണില് നമ്മളെ സ്വന്തം നമ്മൾ എന്തെല്ലാമാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. എന്തായാലും ഭാര്യ കൂട്ടിയ സ്വത്തും കൂട്ടിക്ക് വെച്ച വലിയ കൊട്ടാരങ്ങളും ബാങ്കിലിട്ട കോടികളും അതെന്തായാലും നമ്മൾ കൊണ്ടുപോകില്ല. അപ്പൊ ആ ഖബർസ്ഥാനിലേക്ക് നമ്മളെ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മളെ ആ കൊച്ചു വീട്ടിലേക്ക് നമ്മൾ എത്തി. നമ്മളോട് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള ആ ഒരു പവറ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, എല്ലാ മതവിശ്വാസികളും പ്രാർത്ഥനയായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. പടച്ചോനെ എന്നെ ഏൽപ്പിച്ച സമ്പത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. പടച്ചോന്റെ മുതല്, ദൈവത്തിന്റെ മുതല് അത് എന്റേതല്ല, എന്നെ തൽക്കാലം ഏൽപ്പിച്ച ഉത്തരവാദിത്തമുള്ളൂ. അത് അർഹതപ്പെട്ട പാവപ്പെട്ടവനെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ട്. സക്കാത്ത്, സ്വതക്ക എല്ലാം എനിക്ക് നിർബന്ധം. അതിൽ ആണ് നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം. കാരണം ഒന്ന് കിണറുകൾ കാച്ചു കൊടുക്കുക. കിണറുകൾ വെള്ള സൗകര്യം നമ്മൾ എവിടെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ ആ കിണറുകളിൽ എത്ര ആൾ വെള്ളം കുടിക്കുന്നുണ്ടോ, പക്ഷികൾ കുടിക്കും, മറ്റുള്ള ജീവികൾ കുടിക്കും, മനുഷ്യർ കുടിക്കും. ഇതൊക്കെ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക്, യഥാർത്ഥ ബാങ്ക്. അതേമാതിരി നമ്മൾ റോഡ് കൊടുത്തു. വഴിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ആ കുടുംബങ്ങൾക്ക് നമ്മൾ റോഡിന് സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മളെന്തായാലും ആ റോഡിന് വഴി നമ്മൾ കൊടുത്തില്ലെങ്കിലും ആ ഇടവഴിയായാലും അത് അവിടെ കിടക്കും. അത് എന്തായാലും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ ആ വഴിക്ക് സൗകര്യം ചെയ്തു കൊടുത്താലോ അത് നമുക്കുള്ള. കാരണം അതിലേക്ക് കൂടി എത്രയോ മനുഷ്യര് യാത്ര പോണ്, അപകടപ്പെട്ടാല് അല്ലെങ്കിൽ വലിയ എന്ത് വിഷയം ഉണ്ടെങ്കിലും അവർക്ക് സുഖസുന്ദരമായി പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത്. കാരണം നമുക്ക് ഒന്നിനും അവകാശമില്ലല്ലോ, നമ്മളൊന്നിനും അവകാശപ്പെടാൻ അധികാരമില്ല. നമുക്കറിയാം ഇതിനു മുന്നേ തലമുറകൾ അങ്ങനത്തെ ഭൂമിയുള്ള ആളാണ്, അങ്ങനത്തെ വലിയ പ്രമാണിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ആരൊന്നും കൊണ്ടുപോയിട്ടില്ല. കാരണം എല്ലാവരും മണ്ണോട് മണ്ണായി. അപ്പൊ അവരൊക്കെ പോയത് നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഓരൊന്നും ഇവിടുന്ന് വാരി കൂട്ടി കൊണ്ടുപോയില്ല. ആ 3 ലക്ഷം തുണി ഓരോ വീട്ടിലുള്ള പണിക്കാരനൊക്കെ ഒരേ പരിഗണനയുള്ള വീട് പള്ളിക്കാട്ടില്. അപ്പോ നമുക്ക് പോയി കിടക്കുമ്പോ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചാല് വെള്ളം, വഴി, പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കല്, ഇത് ആരെ കണ്ടാലും പുഞ്ചിരിച്ചു കൊടുക്കല്, രക്തം കൊടുക്കല്, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ഇടക്കിടക്ക് അതിന്റെ പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ആ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ, ആ വഴിയിൽ കൂടി ആൾക്കാർ നടന്നു പോകുമ്പോൾ, അങ്ങനെയൊക്കെ സത്യ. നിങ്ങൾ ഈ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ കൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടേക്കാരം, അവർക്ക് എപ്പോഴും സന്തോഷന്മാരേക്കാരം. ഇതൊന്നും ഇല്ലാത്തവന് ഈ ജാതി മതം പറഞ്ഞ് കാട്ടിക്കൂട്ടണവനും അതേമാതിരി മുതലേച്ചിട്ട് അതിന് ആർത്തി കെടുത്തിട്ട് തിന്നൂല്ല, കുടിച്ചില്ല, എല്ലാം ഇന്റത് കാട്ടി അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന ആളുകൾ. എന്നിട്ട് മക്കളാ മുതലേറ്റ് തല്ലും, കേസും കുലുമാലും വിട്ടുവീഴ്ചയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുണ്ടാ നടക്കുന്ന മക്കള്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നത്? ആർക്ക് വേണ്ടിയെന്ന് നമ്മൾ സമ്പാദിക്കുന്നത്? നമ്മൾ ദുനിയാവൊക്കെ നമ്മൾ യാത്ര പോകണം, എല്ലാ സ്ഥലവും പോയി കാണണം. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം നമ്മൾ എവിടെ ചെല്ലുമ്പോഴും വിശന്ന് കിടക്കണവന്
നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുക. നമ്മളിങ്ങനെ സുഖസുന്ദരമായി പാറി നടക്കുക. സ്വർഗീയ ജീവിതം നമുക്ക് ഇവിടുന്ന് തന്നെ പടച്ചവനെ ആസ്വദിക്കാൻ തരും. എൻ്റെ അനുഭവം എനിക്കാണ്. ഞാൻ എവിടെയും സന്തോഷവാനാണ് എല്ലാം കൊണ്ടും. എൻ്റെ കുടുംബങ്ങളും എൻ്റെ ഏട്ടന്മാരും എൻ്റെ അനിയന്മാരും എൻ്റെ ഉമ്മയും എല്ലാം എൻ്റെ വാപ്പ നേരത്തെ ഒരുപാട് സഹായം ചെയ്ത് പോയി. മൂപ്പരാൾക്കുള്ളത് ഇഷ്ടംപോലെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർക്ക് അറിയാം എത്രയാണ് എൻ്റെ വാപ്പ ചെയ്തുകൊണ്ട് മൂപ്പരാൾക്കുള്ള സമ്പാദിച്ചിട്ട് കൊണ്ടുപോയി. കിണറായാലും മറ്റുള്ളതായാലും കോട്ടേഴ്സ് കെട്ടിയിട്ട് ഒക്കെ പാവം പള്ളിക്ക് കൊടുത്തിട്ടും ഒക്കെ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇൻഷാല്ലാ ഞങ്ങൾ മക്കളും ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉമ്മ അതെപ്പോഴും നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു വീട് ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ പണി കൊടുത്ത് 2 ദിവസം കൊണ്ട് പണി കൊടുക്കും. അതൊക്കെ ഉമ്മ അങ്ങനെ നിർബന്ധിക്കുക. അപ്പോൾ ആ കോഴ്സ് നമ്മൾ മക്കൾക്ക് വാപ്പിയും കൊടുക്കുമ്പോൾ ആ വീട്ടിൽ തല്ലുണ്ടാവില്ല, തിരക്കുണ്ടാവില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള മനസ്സുണ്ടാവും. പടച്ചോ അങ്ങനെ നമ്മളെ സമ്പത്ത് ഏറ്റി തരും ചെയ്യും ഇൻഷാ അല്ലാ. ഏതായാലും അല്ലാ റാഹത്താവട്ടെ. എന്താ അത് വിചാരം ആര് എന്തേ പറഞ്ഞില്ലല്ലോ. വാഹിദ്ക്കയും ജബ്ബാർക്കയും ലത്തീഫ്ക്കായിട്ടുള്ള ബന്ധം. ജബ്ബാർക്കയാണ് അവരുടെ മൂത്ത ജ്യേഷ്ഠൻ. ഒമാനിലുള്ള സുഹൂലുൽ ഫൈഹ നമ്മളെ സുപരിചിതമായ സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ സഹായങ്ങൾക്ക് പരിധിയില്ല. അത്രയും സ്ഥാപനങ്ങളെയും ഉസ്താദുമാരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്ന ജബ്ബാർക്കയും അതുപോലെ വാഹിദ്ക്കയും ലത്തീഫ്ക്കയും ഒക്കെ അവരുടെ കുടുംബത്തിലുള്ള ബർക്കത്ത് നൽകട്ടെ. നമ്മൾ ഇപ്പോൾ ഈ കിണറിന് വേണ്ടി ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അന്വേഷിച്ച്, അപ്പോൾ ഒരാൾ സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചെറിയ പ്രതിസന്ധി വന്ന ആ സ്ഥലം അദ്ദേഹം വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത് വേറെ ഭൂമി എടുക്കുന്നത്. അല്ല അത് വിറ്റ് ഇവിടുന്ന് പോയി. അത് രണ്ടാമത് എടുത്ത ആള് അവരുടെ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് നമ്മളെ കിണർ അവിടെ തടസ്സമാകുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആ സ്ഥലം നഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലം പ്രതീക്ഷിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നത്. ഈ സ്ഥലം എടുക്കുമ്പോൾ കാരണം വെള്ളമില്ലാത്ത കാര്യങ്ങൾ നടക്കൂലല്ലോ. ആ ഒരു പ്രതിസന്ധി നമ്മളെ മുന്നിൽ വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു 25 സെന്റ് സ്ഥലം ഒന്നിച്ചെടുക്കലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. അപ്പോൾ ഈ ഭൂമിയുടെ നേരെ അപ്പുറത്തെ ചെരുവിൽ വയലിന്റെ സൈഡിൽ 25 സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ട അബ്ദുഹാജി കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് കുറഞ്ഞ പൈസ ഒരു 4 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് എഗ്രിമെന്റ് ആക്കിയിട്ടാണ് കിണറിന്റെ വർക്ക് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന്റെ എമൗണ്ട് വാഹിദ് ഖാനോട് ഞാൻ അവിടെ ചെന്നപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥലം എടുത്താൽ ബാക്കി സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ഇപ്പോൾ 16 വീടിന്റെ സ്ഥലമാണ് ഇവിടെ ഉള്ളത്, ഒരു 4 വീടിനും കൂടി സ്ഥലം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് വാഹിദ് ഖാനിൽ ആ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒന്നുകൂടി ഉപകാരം. തീർച്ചയായിട്ടും വാഹിദ് കാണട്ടെ. തീർച്ചയായിട്ടും ആ കിണർ നിൽക്കുന്ന സ്ഥലവും വാഹിദ് അറിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റില്ല. അതങ്ങനെയാണ് ആ മനസ്സ്. തീർച്ചയായിട്ടും പൂർണ്ണമായും കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഒരുപാട് ചതിയിലും മൂപ്പരാൾ പെട്ടതാ. അപ്പൊ മൂപ്പരാളെ നെയ്യത്ത് എന്താ അറിയോ, അർഹതപ്പെട്ടവനാവണം. പടച്ചവനെ ഏൽപ്പിച്ച സമ്പത്ത് അത് അർഹതപ്പെട്ടവർക്ക് എത്തണം എന്നുള്ള നെയ്യത്തുള്ള മനുഷ്യനാണ് അദ്ദേഹം. നോമ്പ് ലാസ്റ്റ് 26-നായിട്ടാണ് ജബ്ബാർക്ക നാട്ടിലേക്ക് വരും. എന്നിട്ട് ഒരു ദിവസത്തേക്ക് വന്നിട്ട് 27-ന് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അവരുടെ സക്കാത്തും അതുപോലെ സദക്കയും ഇതൊക്കെ അവരെ പ്രതീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി അതിനായിട്ട് വന്നിട്ട് 27-ന് അന്ന് പിന്നെയും തിരിച്ച് ഒമാനിലേക്ക് തന്നെ തിരിച്ചു പോകും. പെരുന്നാളിനവിടെ തന്നെ കൂടും. അത്രയും ആവശ്യങ്ങളിൽ കൃത്യത പുലർത്തുകയും അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് അള്ളാഹു നൽകിയ നിഅമത്തിന് ഒരുപാട് ശുക്ർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ എല്ലാ ഏർപ്പാടുകളിലും നല്ല ബർക്കത്ത് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പുതിയ സംരംഭങ്ങളൊക്കെ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന അവരുടെ ഈ സുഹൂൽ ഫൈ ഇതൊക്കെ സബ്ജി മാർക്കറ്റ് മാറിയിട്ട് ബറക്കയിലേക്ക് സബ്ജി മാർക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോ മൊത്തത്തിൽ ഈ സബ്ജി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. എല്ലാം പരിഹരിച്ചു കൊടുക്കുന്നത് അറിയാം. ഒരുപാട് ആളുകൾ സഹായിക്കുന്നത് നമ്മളെ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരാണ്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോ ഇതിലിപ്പോ ഒരാൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ സർക്കാരിന്റെ കൂടെ, നമ്മളെ സർക്കാരിന്റെ കൂടെ തന്നെയാണ്. കാരണം സർക്കാർ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈക്കാരിലെ വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ സർക്കാരിന്റെ വകയുണ്ട്. അതായത് ആ ദുരന്തത്തിൽപ്പെട്ട 50 മീറ്ററിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് 100% സർക്കാരും നമ്മുടെ മുസ്ലിം ലീഗും ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ അവിടെ പോയിന്ന്, നമ്മുടെ സർക്കാരിന്റെ വീട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സജീവമായിട്ട്. കാരണം വലിയ വർക്കായതുകൊണ്ട് പിന്നെ കുറച്ച് സമയം പിടിക്കും എന്തായാലും.
പക്ഷെ നമ്മളൊക്കെ ചെറിയ ചെറിയ വർക്കുകളല്ലേ. കാരണം നമ്മളെ ആവശ്യം പെട്ടെന്ന് ആ കുടുംബങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക, വാടക കൊടുക്കാനും കഴിയില്ല, പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പാടെ പറഞ്ഞപ്പോൾ നമ്മൾ വേറെ ഒരു സന്നദ്ധ സംഘടനകൾ കൂടിക്കാണ്ട് എല്ലാവരും പാടെ കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 100% ഒരു 400 ചില്ലാനോ 500 ചില്ലാനോ ഒറ്റ വീടുണ്ട് ഇപ്പോൾ. കാരണം ആദ്യം 30 മീറ്ററിലുള്ള ആൾക്കാർക്കായിരുന്നു ഒരു വീട് സർക്കാർ പ്രഖ്യാപിച്ചത്. പിന്നീട് സർക്കാർ പുനഃപരിശോധന നടത്തി അതിൽ 50 മീറ്ററിനായി. അപ്പോൾ ഒരുപാട് വീടുകൾ കൂടി, ഒരുപാട് ആൾക്കാർക്ക് വീട് കിട്ടി. ഇപ്പോൾ സർക്കാരിന്റെ വീടും നമ്മളെ മുസ്ലിം ലീഗിന്റെ വീടും നമ്മളെ സന്നദ്ധ സംഘടനകളായ കുറെ ആൾക്കാർ വീടും പാടാകുമ്പോൾ ഏകദേശം, എന്നാലും മുഴുവൻ ആൾക്കാർക്ക് ആവില്ല, കാരണം താമസിക്കാൻ യോഗ്യത ഇല്ലാത്ത കുറെ വീടുകൾ ഉണ്ടെങ്കിലും. എന്നാലും ഏകദേശം പിന്നെ വഴിയാധാരായപ്പോൾ തൽക്കാലികമുള്ള ആൾക്കാർക്കൊക്കെ അൽഹംദുലില്ലാ റാഹത്താവും. പിന്നെ കട പോയ ചുരമലയിലുള്ള ഉണ്ടകയിലുള്ള ആൾക്കാർക്ക് പിന്നെ സർക്കാരിന്റെ പിന്നെ ടൗൺഷിപ്പിൽ പിന്നെ ഷോപ്പുണ്ട് എല്ലാവർക്കും. അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ, അതിൽ സംശയമൊന്നുമില്ല. കാരണം സർക്കാരിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും. നമ്മൾ വന്ന് കാണ്ട് പെട്ടെന്ന് 10 ലക്ഷം ഉറുപ്പിന്റെ വീടുണ്ടാക്കണ മാതിരിയല്ല. പക്ഷേ ഇല്ലേ, സർക്കാരിൻ്റെതായ നിയമ നടപടികളും എടുത്തിയാടിക്കാണ്ടൊന്നും ചെയ്യില്ല. അതിന് കുറെ ഭൂമിന്റെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കണ്ടേ. അപ്പൊ നമ്മളെ മേപ്പാടിയിൽ സർക്കാർ ഭൂമി എടുത്തിരുന്നു, അത് പിന്നെ കേസായി. അപ്പൊ അതൊക്കെ ആ പിന്നെ കേസ് കൊടുത്ത ആൾക്കാരൊന്നും ചിന്തിക്കില്ല. ഈ പാവപ്പെട്ടവർക്കല്ലേ നാളെ നമുക്ക് ദുരന്തം പെട്ട നമ്മളെന്താ അവസ്ഥ എന്നുള്ളത് ചിന്തിക്കില്ലേ. ഏതായാലും ഞാൻ സന്തുഷ്ടനാണ് നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനത്തിലൊക്കെ. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറുള്ള സമയത്തും 100% പാവങ്ങൾക്കും എല്ലാവർക്കും ഉപകാരം കിട്ടിയത്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് 100% റോഡാവട്ടെ കേന്ദ്ര സർക്കാരും നമ്മുടെ കേരള സർക്കാർ സ്ഥലം എടുത്തു കൊടുത്തുകൊണ്ടാണല്ലോ നമുക്ക് സൗകര്യം കിട്ടിയത്. പിന്നെ സ്കൂളുകളൊക്കെ നല്ല ഹൈടെക് ലെവലിലാണ്, ഒരു സംശയമില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാ മറന്നു. അങ്ങനെയൊക്കെ ഏത് സർക്കാർ വന്നാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകട്ടെ. നമുക്ക് ഇടത് വന്നാലും വലത് വന്നാലും BJP വന്നാലും ഒന്നും കുഴപ്പമില്ല. എല്ലാവർക്കും പിന്നെ സഹായിക്കുന്ന നല്ല മനസ്സുള്ളവര് നമ്മുടെ നാട് ഭരിക്കട്ടെ. അപ്പം എന്താവും, നമ്മുടെ നാട്ടിലുള്ള കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നല്ല സൗകര്യം. ഒമാന് പറഞ്ഞല്ലോ, ഈ 3ാമത്തെ വീട് നിർമ്മിച്ച് തന്നിരിക്കുന്നത് ഒമാനിലെ ബറക്കയില് ബിസിനസ് നടത്തുന്ന അൻവർ എന്ന് പറയുന്ന അൻവർക്ക് അദ്ദേഹം ആ വീട് ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ച് വീടിന്റെ നിർമ്മാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. അവര് 2 ചെറിയ കുട്ടികളും പിന്നെ ഭാര്യയും ഭർത്താവും. എന്തോ സ്നേഹമുള്ള കുടുംബം അല്ലേ. അപ്പൊ അവര് സത്യത്തില് അൻവർക്ക ഇവിടെ വന്നിട്ട് ഈ വീട് കണ്ടിട്ടില്ല, ഈ സ്ഥലം കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് ഈ എറണാകുളം ജില്ലാ മലയാള കൂട്ടായ്മന്റെ താക്കോൽദാനത്തിന് അദ്ദേഹത്തിന് ക്ഷണിക്കണം. 100% തീർച്ചയായിട്ടും. മാത്രമല്ല, ഞാൻ ഈ പ്രാവശ്യം ഒമാനിൽ പോയപ്പോ അൻവർ ഖാനെ നേരിട്ട് മീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. നമ്മൾക്ക് മുന്നിലുള്ള പ്രതിസന്ധി കിണർ പരിഹരിക്കണമല്ലോ. അപ്പോ സ്ഥാപനത്തിൻ്റെത് മാറ്റി വെച്ചിട്ട് സ്ഥാപനത്തിന്റെയും കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ആളുകളാണ്. 10-45 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അപ്പൊ ഈ പിന്നെ കിണറിന്റെ വിഷയത്തിൽ ആ സ്ഥലം എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല വാതിലുകളും മുട്ടി ഏതെങ്കിലും ഒന്ന് തുറന്നാൽ അല്ല, അത് കുഴങ്ങൂല. നമുക്ക് വേണ്ടിയിട്ടല്ല, നാട്ടിലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ വേറെയും കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ മാനുക്കാന മീറ്റ് ചെയ്യാൻ വേണ്ടി അർജന്റായിട്ട് ഓടി വന്നതിൽ വേറെ ഒരു രഹസ്യമുണ്ട്. നമ്മുടെ നാട്ടില് എല്ലാ വിഭാഗം ആളുകളും കൂടിയിട്ട് അതിൽ സംഘടനയില്ല, രാഷ്ട്രീയമില്ല. 60 വർഷത്തിലേറെ പ്രായമുള്ള ഒരു ചാരിറ്റി സംഘടനയുണ്ട്, ഹിദായത്ത് എന്ന് പറഞ്ഞിട്ട്. മഹല്ല കമ്മിറ്റിയുടെ ഔദ്യോഗിക ചാനലിൽ നടക്കുന്ന സംഭവമാണ്. അതിന്റെ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നൗഷാദ് ബാക്കവി, അതേപോലെ തന്നെ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, നമ്മുടെ ത്വാഹതങ്ങളുടെ ടീമൊക്കെ കൂടിയിട്ട് ഈ 21-22 2 ദിവസങ്ങളിൽ വിപുലമായ പരിപാടി നടക്കുകയാണ്. അതിന്റെ സമാപനത്തിൽ നൗഷാദ് ബാക്കവിയുടെ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് മാനുക്കയും കൂടി വന്ന് അതിനെ ആശീർവദിക്കണം എന്നൊരു സന്തോഷം. തീർച്ചയായിട്ടും നൗഷാദ് ബാക്കവി നല്ല നല്ല പ്രസംഗം നടത്തുന്നുണ്ട്. സ്ഥലത്തിന്റെ പുറമെ കിണറിന് മാത്രം നമ്മൾക്ക് സ്ഥലത്തിന് 10 ലക്ഷം രൂപ വരും. കിണറിന് മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യും, 5.25 ലക്ഷം രൂപ വരും. അത് ഒരു മീറ്റർ 10.5 അടി ഉള്ളിൽ കിട്ടുന്ന രൂപത്തിൽ റൗണ്ടില് ചെയ്യുന്നതിന് പിന്നെ 38,000 രൂപ ആണ് ചെയ്യുന്നത് ഒരു മീറ്ററിന്. നമുക്കൊരു 15 മീറ്റർ എങ്കിലും എന്ത് ചെയ്യും, അതിന്റെ ഗർഭം ഉൾപ്പെടെ അതിൽ വരുന്നത് കൊണ്ട് ആ ഒരു എമൗണ്ട് 5.25 ലക്ഷം രൂപ എന്ത് ചെയ്യും ചെലവ് വരും ടോട്ടല്. ഉസ്താന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എരിലൊക്കെ ഉണ്ടാവും ബന്ധപ്പെടാന്. കാരണം കുറെ ആൾക്കാർ ഇത് കാണുമ്പോ എവിടെ സഹായിക്കണ്ട, എവിടെ കൊടുക്കണം. അപ്പൊ വെള്ളം പിന്നെ ഇതൊക്കെ തരാം ഇഷ്ടംപോലെ കിണറേറെ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. ഇത് ഇവിടെ പറഞ്ഞാൽ ഇപ്പോ ഈ വീട്ടില് 20 വീട്, നമ്മുടെ 3 വീട് ഉൾപ്പെടെ അതിലേക്കുള്ള ആളുകൾ ടോട്ടൽ ഒരു 100 ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം വെള്ളം ഉപയോഗിക്കും. അപ്പോ പ്യുവർ വെള്ളം
പിന്നെ 100% അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതിന്റെ പുണ്യം ചെറുതല്ലല്ലോ. അതെ. വെള്ളം ഇല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു പുണ്യമാണ്. തൗഫീഖുള്ള ആളുകൾ അതിന് മുന്നോട്ട് വന്നാൽ സ്വാഗതം ചെയ്യും അല്ലേ. ഒന്ന് നമ്പർ പറഞ്ഞേ. 95 26 600 202. മാത്രമല്ല ഒന്ന് ഇംഗ്ലീഷിൽ കാച്ചുകാണേ. അല്ല ഇംഗ്ലീഷിൽ നമ്പറേ. പിന്നെ 95 26 60 202. ഇതാണ് ഉസ്താദിന്റെ നമ്പർ. ഇൻഷാല്ലാ 100% സത്യസന്ധനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെയാണ് അദ്ദേഹം. കാരണം ഇതിലൊന്നും പ്രതിഫലം ആഗ്രഹിക്കുന്നത് അള്ളാഹിന്റെ ഒന്ന് പ്രതിഫലമാണ്. നാളെ പടച്ചവന്റെ മുന്നിൽ ചെല്ലുമ്പോൾ വിജയിക്കണം, അവിടെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം മാത്രമുള്ള അദ്ദേഹത്തിന്. പിന്നെ അദ്വൈജിനെ പോലുള്ള നല്ല മനുഷ്യസ്നേഹമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഇൻഷാല്ലാ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ കൈവച്ചാലാണ് കിണറിന്റെ പദ്ധതിയും പൂർത്തിയാകുള്ളൂ. കാരണം വാട്ടർ ടാങ്ക് അതിലൂടെ എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കണം. ഓരോ വീടിലും എന്ത് ചെയ്യണം, വാട്ടർ ടാങ്ക് വേണം. തേടി വരും. താഴെ നിന്ന് മോട്ടർ സംഭവങ്ങൾക്ക് 2 മോട്ടറെങ്കിലും 5 HP എന്ത് ചെയ്യണം. കാരണം ഒന്ന് എന്തെങ്കിലും രൂപത്തിൽ ഫെയിലായാൽ ഇത്രയും ആളുകൾക്ക് വെള്ളം കിട്ടാതാകരുതല്ലോ. അപ്പൊ പിന്നെ മാത്രമല്ല ഇതിന് ഏതെങ്കിലും രൂപത്തിൽ ഇവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു സോളാർ പ്ലാൻ അവിടെ ചെയ്യണമെങ്കിൽ അതിനും എമൗണ്ട് വരും. അപ്പൊ കിണറിന് ഒരാള് ചെറിയ രൂപത്തിൽ സഹായിക്കുമ്പോൾ അത് ഫുള്ളായി എന്നുള്ള ധാരണയിലാകരുത്. മറിച്ച് ഒരുപാട് ആളുകൾ ഈ വിഷയം തന്നെ ഏർപ്പെടുത്തി. അത് കുഴപ്പമില്ല. നേരിട്ട് ഉസ്താനായിട്ട് വിളിക്കണം. കാരണം ഉസ്താനായിട്ട് വന്നാൽ ഞാനും പല മേഖലയിൽ വയ്ക്കാലോ. അപ്പൊ ഉസ്താനായിട്ട് വിളിച്ചാൽ ഉസ്താദ് നേരിട്ട് വന്ന് ഈ സ്ഥലം കാണിച്ചെന്ന് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി അല്ലേ. കാരണം വെള്ളമായാലും അതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യം. അതിനെക്കാട്ടും ദുനിയാവിൽ വേറെ ഭാഗ്യമില്ല. ഏറ്റവും പുണ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ ഉസ്താദേ, താങ്ക്സ്. അപ്പൊ നമ്മളെ ഉസ്താദിനായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട ഉസ്താദ് അവിടെ സജീവാണ് ചാരിറ്റി. 9526 600 202. ഇനി ഒന്ന് മലയാളത്തിലും പറഞ്ഞോളി. 95 26 600 202. ഇതാണ് നമ്മുടെ ഉസ്താദിന്റെ നമ്പർ. നിങ്ങൾ ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് 100% അർഹതപ്പെട്ട അവകാശികൾക്ക്, പ്രത്യേകിച്ച് നമ്മളെ ചൂരൽമല മുണ്ടക്കായി ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഇപ്പോ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് അല്ലേ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ശരി എന്നാട്ടാ. അസ്സലാമു അലൈക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.